കഴിഞ്ഞപ്പോഴത്തേ നമ്മളിവിടെ വെച്ചത് അമ്പിൾ മിസീസിനെ കണ്ടേക്കണേണ്. മച്ചാനൊന്ന് പോയി കാണണ്ടേ. ഞാനും മച്ചാനും തമ്മിൽ നേരത്തെ ഒരു കമ്പനി ഉണ്ട്, നോക്കട്ടെ എങ്ങനെയുണ്ട്. കാർത്തിക് ബ്രോ ഓർക്കുന്നുണ്ടോ? പിന്നെ വെഡിങ്ങിന് ഗോപികട എന്താണ് പരിപാടി ഇവിടെ? വൈഫ് ഓർക്കണല്ലേ? അന്ന് വൈഫായിരുന്നില്ല, ഇന്ന് വൈഫായി. അപ്പൊ മച്ചാനെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കണം. പെട്ടെന്ന് നീയാഴ്ച കാണിച്ചത്. എന്താ പരിപാടി? നമ്മളത് സൂര്യ ടിവിയുടെ ഒരു ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നാണ്. സൂര്യ ടിവിയിലെ ഒരു ആങ്കറാണ്. അപ്പൊ മൈജീനും ചെയ്യുന്നുണ്ട്? അല്ലല്ല, മൈജീനെ വിട്ടല്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന പരിപാടിയുടെ സ്പോൺസർ മൈജിയാണ്. മൈജീനെ വിട്ട് പോയില്ല. ഇല്ല, 2 പേരുണ്ട്. ഫുൾ ഗ്രൂപ്പാണല്ലേ? അപ്പൊ ഓക്കെ, നടക്കട്ടെ. അതെ, പണ്ടത്തെ സാധനം തന്നെ. അന്ന് വന്നപ്പോഴും ഇതേ സ്റ്റോറി, ഇന്നും ഇതേ സ്റ്റോറി. എങ്ങനെയുണ്ടായി? നിരാശപ്പെടുത്തി അല്ലേ? അപ്പൊ വണ്ടർലയില് അതെ സിനി മാജിക് നിരാശപ്പെടുത്തിയേട്ടാ. അപ്പൊ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം. കുലുക്കൊന്നുമില്ല, വേറെ ഫീലൊന്നുമില്ല അല്ലേ? ഫീലില്ല. അതെ, ഗായ്സ് എന്റെ കൂടെ വന്ന 6 പേർക്ക് വഴിയേറ്റിപ്പോയി. അപ്പൊ ഞങ്ങളിത് വണ്ടർലേ വന്നേക്കുന്നതാണ്. ടീഷർട്ടൊക്കെ വാങ്ങിച്ചു കൂടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആ തേരാപ്പാര നടത്തിക്കാൻ വേണ്ടിയാണ് സാധനം കൊണ്ടുവന്നത്. മിക്കാറും ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ വയറൊക്കെ കുറയുന്നു വന്നത്. എങ്ങാണ്ടുമൊക്കെ കയറിപ്പോണ്ട്. അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് ചേട്ടനുണ്ട്, ഡൂഡുണ്ട്, ബിച്ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ കൊച്ചുണ്ട്, നിയാച്ചയുണ്ട്, സാനുവുണ്ട്. അപ്പം നമ്മുടെ ന്യൂ ഇയർ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പിന് ഇവിടെ ഇറങ്ങിയേക്കണ ശരിക്കും വണ്ടർലയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ എങ്ങോട്ടൊക്കെ സനി ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോണേ. സത്യം പറഞ്ഞ് ഞാൻ വന്നിട്ട് ഇവിടെ കുറേ നാളായി, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എടാ ഇങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോണേ? നീ പിന്നെ എങ്ങോട്ടാ നടക്കണത്? അപ്പൊ ഞങ്ങൾ ആദ്യത്തെ റൈഡിന് നോക്കിയിരിക്കലേ കേട്ടോ പരിപാടി. ആദ്യത്തെ റൈഡ് നോക്കിയത് ചേട്ടനും നമ്മുടെ സലും ഡിയാച്ചി കൊച്ചൊക്കെ കയറിണ്ട്. അവര് 3 പേരും അറ്റത്തേക്ക് ഇരിക്കണ്ട്. ഞങ്ങള് പിള്ളേർക്കുള്ള സ്ഥലത്തേക്ക് കയറാന്ന് വിചാരിച്ചാൽ ഞാൻ ചേട്ടേക്കാം. അങ്ങനെ ചെറിയ പുഴുവൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എല്ലാം പോയി ജീവിച്ചു നോക്കോളാന്ന് വിചാരിച്ചിരിക്കണേ എല്ലാരും കൂടെ. നമുക്കതൊക്കെ മതി. അതെ, അവരൊക്കെ എവിടെ നോക്കട്ടെ. പേടിച്ചു പറഞ്ഞല്ലേ? ഇവർക്ക് ഇതൊന്നും പോരട്ടെ. ഇവർക്ക് വലിയ വലിയ സാധനങ്ങളാണ്. ഇവര് സ്റ്റേറ്റുകളിലേക്ക് കയറാൻ വേണ്ടി ഇറങ്ങണം. സംഭവം തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ആദ്യം പേടിയായില്ല, പിന്നെ പേടിയായി. കൊച്ചു പറയണ ഇതൊന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞിട്ട് കൊച്ചാണ്. കൊച്ചിന്റെ ഒച്ചയുടെ കൂടെ മൊത്തം കേൾക്കണേട്ടാ. എങ്ങനെയുണ്ട് ചേട്ടാ? ചെറിയ സാധനം നമുക്ക് അതിൻ്റെ അകത്ത് കയറാടാ. കുറച്ച് തണലുണ്ടാ. അത് തന്നെ നമുക്ക് ഭയങ്കര വെയിലാണ്. അപ്പൊ നമുക്ക് കുറച്ച് തണലുള്ള സ്ഥലത്തൊക്കെ കയറാം. പിന്നെ വാച്ച് ഇട്ടിട്ടുണ്ട് കേട്ടാ, മറ്റേ ഇതില്ലാത്ത വാച്ച്, സൂചി നൂലില്ലാത്ത വാച്ച്. അപ്പൊ ഇത് കാറ്റർപില്ലർ കോസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അടുത്തേക്ക് കയറണേ. എന്റെ പൊല്ല് ഫുള്ള് കോമഡിയാ. അങ്ങനെ അവർ പോവുകയാണ് ഗൈസ്. തലവരിക്കാൻ ഡിയാജിക്ക് തലവരിക്കേണ്ടി വരില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രവർത്തന സ്ഥലം. ആ ഡൂഡ് കയറിയപ്പോഴേ എനിക്ക് തോന്നി വണ്ടി വലിയത്. ഡൂഡ് ഇറങ്ങിപ്പോടാ, വണ്ടി വലിയല്ല.
തല മുമ്പറ കാണാൻ പറ്റില്ലട്ടാ നീ തല കുമ്പറ തീരട്ടെ. അത് ബെൽറ്റൊക്കെ ഇട്ടിരുന്ന വെച്ചാല തീർച്ചയായ ഓടാൻ വേണ്ടി ഇരിക്കണേണ്ട സ്ഥലം. ഞങ്ങള് ഒട്ടും തിരക്കുണ്ടാവില്ലെന്ന് വെച്ചാൽ വീക്ക് ഡേ എടുത്തത്. ഇത് ഓക്കെ ഫുൾ ഓഫ് ദ പിള്ളേരുടെ ക്രൗഡാണ്. ഭയങ്കര ക്രൗഡ് പിള്ളേരുടെ. ഇഷ്ടംപോലെ പിള്ളേരുടെ ബസ് വന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു ശരിക്കും ഒന്ന്. പക്ഷെ എൻ്റെ പൊന്നെ ഇവരുടെ ധൃതി നോക്കി. എൻ്റെ പൊന്നോ. അപ്പൊ നമ്മൾ ഇന്ന് വീക്ക് ഡേ തന്നെ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ വന്നപ്പോൾ ഒരു കുന്ന് ബസ്സുകളുണ്ട്. ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. അത് ഞങ്ങള് രണ്ടുപേരായി സ്പ്ലിറ്റായി. നിങ്ങൾക്കറിയാമല്ലോ വണ്ടർല വന്നതിന് എൻ്റെ സ്പ്ലിറ്റ് ആവും. ചേട്ടൻ ഇപ്പം കയറി. ഞാൻ കയറാനുള്ള ഗ്യാപ്പ് ഉണ്ടായില്ല. ഞാനും ടൂളുമായി. ചേട്ടക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. ചേട്ടൻ ഇതിൻ്റെ അകത്തോട്ട് കയറിപ്പോയി. ഷോ അപ്പം ഞങ്ങൾ ഇതേ കയറിയ സംഭവം ഇതാണ് കേട്ടോ. ഇതണ്ട ഇതിങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറഞ്ഞത് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ VR വെക്കും അല്ലേ. VR വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ വീഡിയോ എടുത്തിട്ടൊന്നും കാര്യമില്ല. ഗോപ്രോനെ ഒരു കണക്കിനായിട്ട് സേഫായിട്ട് വിടുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഗോപ്രോ ഉള്ളത് ഭയങ്കര റിസ്ക്കാണ്. എല്ലാത്തിനും കയറാനായിട്ടാണെങ്കിലും ഭയങ്കര റിസ്ക്കാണ് ഗോപ്രോ ഉള്ളത്. നമ്മളത് നോക്കണേ. അപ്പോൾ ചേട്ടക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ ചേട്ടൻ അവിടെ നോക്കട്ടെ. പിന്നെ കൊച്ചും എബിച്ചേട്ടനൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരെ നോക്കാം. പിന്നെ പോടി കോപ്പേ നിന്നെ ട്രൈ വാഷ് ചെയ്തിരിക്കുന്നു. അവള് പറയണേട്ടാ അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തൊക്കെ കയറുന്നത്. സഹൃദരായ കൂട്ടുകാരെ നിങ്ങൾക്ക് പേടിയുണ്ടോ? അപ്പൊ ഞങ്ങളുടെ എബിച്ചേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വണ്ടർല ട്രിപ്പിൽ ശരിക്കും വണ്ടർല പ്രാന്തനായിട്ട് ഇരുന്ന എബിച്ചേട്ടനാണ്. മാസങ്ങളായി ഞങ്ങളൊക്കെ എല്ലാവരും നോക്കിക്കോളൂ. എടാ ഓർക്കണ്ട മാസങ്ങളായിട്ട് നമ്മൾ 4 മാസമായിട്ട് അത് മാത്രമേ ഉള്ളൂ. എന്ന് വർക്കിന് വന്നാലും പറയും വണ്ടർല പേര് ചോദിക്കില്ല. 1000 എടുത്തിട്ട് കടിക്കണ പറ്റിയത് അവൈകില്ല. കൊച്ചൊക്കെ വെറുതെ പ്ലിങ്ങിരിക്കണ്ട. അയ്യോ വണ്ടി എരിഞ്ഞു പോയേ. തിരിച്ചു വരുമ്പോൾ ടോൺ കൊടുക്കാട്ടെ. സ്റ്റിക്കർ മേടിക്കാൻ പറയാം എല്ലാവരും. വിളിക്ക് സർവത്ത് അടിച്ചോണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടല്ലേ അവർക്ക് കയ്യിൽ കയറണമെന്ന് പറഞ്ഞത്. ആദ്യം നമ്മുടെ എബിച്ചേട്ടൻ അതെല്ലാം ഉണ്ടോ? അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വലിക്കാറാത്ത. 1000 കൊടുത്തല്ലേ? അങ്ങനെ പറയല്ലോ കൊച്ചേ. എടാ അങ്ങനെ പറയല്ലേ. കൊച്ചോരോട് ഇപ്പൊ കേരള അതിൻ്റെ അകത്ത് പറയണേ. നീ ചേട്ടാ നെക്സ്റ്റ് ഇനി 360 ഇറങ്ങണേല് കേരളം പറഞ്ഞോണ്ട് പോണേട്ടോ അടുത്തായി. ഇതാണ് സാധനം. ഞങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് കയറില്ല കേട്ടോ. അത് വേറെ കാര്യം. ഡൂടെ കത്താനും കയറില്ല. കത്താനും ഞാനും കയറില്ല. ഓ ഗൈസ് അതിനടുക്കത്തെ ക്രൗഡാണ്. ഇത് കണ്ട ഭയങ്കര തിരക്കാണ്. നല്ല സംഭവം കൊള്ളാം. പക്ഷെ ഇത് വേഗം ആവണം. ഇത്രയും പേര് ഇരിക്കണോണ്ട്. ഞാൻ കയറാത്ത കാരണം കൊണ്ടല്ല. നീനാണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഇത് കയറുന്നത്. അപ്പൊ ഈ സാധനം കിടക്കണ ഇങ്ങനെയാണ്. ഇത് കണ്ടോ ഇതുപോലെ ഇരിക്കും. അവര് പോകുമ്പോളായി പൊള്ളി ഫീല് സാധനം കേട്ടാ. നിക്കട്ടെ നിക്കട്ടെ.
അതിപ്പോ ഞങ്ങൾ പണ്ട് വന്ന് ഓർമ്മ വെച്ചിട്ട് ഇത് ഭയങ്കര രസമുണ്ട് ഇപ്പോൾ ഇവിടെ കാണാൻ. ഭയങ്കരമായിട്ട് ഇത് ഇവിടെ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? ഇവിടെയൊക്കെ കുറെ വർക്കൗട്ട് ചെയ്തിട്ടാ. പിന്നല്ലാണ്ട് ഈ സൈഡൊക്കെ ഭയങ്കര അടിപൊളിയായി. പിന്നെ നമ്മുടെ സ്പേസ് ഗൺ കണ്ടില്ലേ? അതിൽ ഞങ്ങൾ കയറത്തില്ല. മരോ കോളർന്ന് സ്പേസ് ഗണ്ണിലൊന്നും എന്തായാലും ഗോപ്രോ കൊണ്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കയറത്തില്ല. അതെ അതെ പറ്റുന്നില്ല. നമുക്ക് കാർ ഓടിക്കാൻ പോവാം. ബ്രോ ചോദിച്ചാ പിന്നെ നമ്മൾ പറയണ്ടേ യൂട്യൂബ് ചാനലാണെന്നൊക്കെ ചോദിച്ചാ. അയ്യോ നീ കറുത്ത് കരിക്കട്ടയാണ്. ചേട്ടാ ഇവിടെ? ചേട്ടാ ഇവിടെ ഉണ്ട്, ഡൂഡ് ഇവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങളിനി കുറച്ചു നേരം കാറൊക്കെ ഓടിച്ച് കളിക്കാം അല്ലേ? ഡൂഡ് വണ്ടി വിടും. ഡൂടെ അപ്പൊ സംഭവമൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് വണ്ടി പോയില്ല. അത് ഞാൻ ഇടിക്കല്ലേ? പറയണ്ട. നോക്കി ഞാനിവിടെ ഉണ്ട്. ചേട്ടയും കൂടെ കിടന്ന് വട്ടം ചുറ്റി കളിക്കണേ. ഓട്ടെ ഓട്ടെ ഓട്ടെ. ചേട്ടൻ കൂടെ നോക്കി ഒരു അപ്പനും ഒരു മണിക്ക് കയറിയേക്കാൻ നീ കാണിച്ചു തരാം. ചെക്കൻ്റെ പൊളിക്കണേ. ചേട്ടേ സുഖമാണ്. ഇതെന്താണ് എല്ലാവരും കൂടെ ആണോ ഇങ്ങോട്ട് പോണ? ഓ പോട്ടെ പോട്ടെ പോട്ടെ. ഞാൻ ആർക്കും ചെല്ലില്ലാതെ കിടക്കണേ. അപ്പൊ നമ്മള് നേരെ ബ്രേക്കിൽ കളിയാ. പോറിക്ക് നേരെ പോട്ടെ നേരെ പോട്ടെ. അത് ഇടിച്ച് പൊളിക്കണ്ട. അധികന്മാരൊക്കെയാണ് ഇടിച്ച് പൊളിക്കണം. കടപ്പോണ ചവിട്ട. അയ്യോ നല്ല രസമുണ്ടാ പിള്ളേരുടെ കൂടെ ഇങ്ങനെ കിടന്ന് കളിക്കാൻ. ശരിക്കും അല്ലേ? ഭയങ്കര രസമുണ്ടല്ലോ പിള്ളേരുടെ കൂടെ കിടന്ന് ഇങ്ങനെ കളിക്കാൻ. പണ്ട് മറ്റേ ഇവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് ആൽബർട്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ലൈഫിലാണ് ഇതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തേക്കണേ. പിന്നെ അതിപ്പോ നമ്മുടെ വണ്ടർലയിലുണ്ടായ ആനയുടെ സ്റ്റോറിയാണിത്. അപ്പോൾ അറിയാത്തവരൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് ഇവിടെ ഇവർ ഉണ്ടാക്കി വെച്ചേക്കണേണ്. അയ്യോ അയ്യോ അയ്യോ. അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങൾ വീണ്ടും കാറിലേക്ക് കയറി. നമ്മൾ നേരത്തെ കയറിയത് അപ്പുറത്താണ്. ഇത് ഫാമിലി സെഷനാണ്. അപ്പോൾ ഫാമിലി പിന്നെ ലേഡീസിനും വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ നമ്മളായിട്ട് ഞങ്ങൾ കാറിലേക്ക് കയറി. ഡ്രൈവ് പോയിട്ട് വരാം. നിയാച്ചി എവിടെ ഉണ്ട്? നിയാച്ചി അവിടെ ഉണ്ട്. സനു ഇവിടെ ഉണ്ട്. എൻ്റെ പുറയിലാരാണ്? എബിച്ചേട്ടൻ. ദേ ഇവിടെ ഡൂഡും ചേട്ടൻ ഉണ്ട്. ഡൂഡിനെ ഒറ്റക്ക് അറിയാം.
ലോക്കൊക്കെ തന്നെ തുറന്നു പോയി. ലോക്കൊക്കെ തന്നെ പോയി. എങ്ങനെയുണ്ട്? ആരാണ് ആക്സിഡന്റ്? അപ്പോഴേക്കും തീർന്നു പോയത്. കൈകൾ ഉയർത്തുക. എല്ലാരും കൈയണിപ്പിച്ചത് കൈവൊക്കെ ഇരുത്തിപ്പിച്ച്. അപ്പൊ എല്ലാരും ഒന്ന് അഞ്ച് സാധനം നോക്കട്ടെ. ചേട്ടാ നോക്കട്ടെ. നോക്കിയേ, ഇവരൊക്കെ നമ്മുടെ കോഴിക്കോട് എന്നുള്ള ടീമുകളുണ്ടോ? ലൈഫ് ഓഫ് ജിബി സെറ്റ് ചെയ്തിരിക്കണം. പിന്നെന്താണ് ബ്രോ? അപ്പൊ നമ്മള് സിനി മാജിക്ക് കയറിയേക്കണേണ്. എത്ര ഡി ആണ്? 3D അല്ലല്ലേ? കൊച്ചൊക്കെ പുച്ച. അപ്പൊ സാധനം അനങ്ങി തുടങ്ങി. പിന്നെ നമ്മളിപ്പോ ഒരു ട്രെയിൻ യാത്ര ചെയ്തിട്ടൊക്കെ പിന്നെ നോക്കട്ടെ. കണ്ണാടി വെച്ചിട്ട് മോൻ പോലെ ട്രെയിൻ യാത്ര തുടങ്ങിയിരിക്കണേ. ഇങ്ങോട്ടേക്ക് തിരിച്ചൊന്നും കാണില്ല ഗൈസ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം. എങ്ങനെയുണ്ടായി? അതെ, പണ്ടത്തെ സാധനം തന്നെ. അന്ന് വന്നപ്പോഴും ഇതേ സ്റ്റോറി, ഇന്നും ഇതേ സ്റ്റോറി. എങ്ങനെയുണ്ടായി? നിരാശപ്പെടുത്തി അല്ലേ? അപ്പൊ വണ്ടർലയില് അതെ സിനി മാജിക്ക് നിരാശപ്പെടുത്തിയേട്ടാ. അപ്പൊ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം. കുലുക്കൊന്നുമില്ല, വേറെ ഫീലൊന്നുമില്ല അല്ലേ? ഫീലില്ല. അതെ, ഇതിനേലും വലിയ റിവ്യൂ ഇനി കൊടുക്കാനില്ല. ഡൂഡിൻ്റെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാലനമക്കേവില്ല. ബാലനമക്കൊക്കെ ഇന്ന് നമ്മൾ എൻട്രൻസിൻ്റെ അവിടെയാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാച്ചിക്ക് പേടിക്കണം. അവർക്ക് പേടിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ കയറിയേക്കണേ. നിയാച്ചി സനുവും എബിച്ചേട്ടനും കൊച്ചും കൂടി നേരത്തെ കയറിയേക്കണേ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇവർ ഇതിൻ്റെ അകത്ത് കയറിയിട്ടൊക്കെ വരട്ടെ. കാരണം ഇനിയിപ്പോൾ കറങ്ങി ഇനിയിപ്പോൾ അവിടെ നിന്ന് നേരെ താഴത്തേക്കൊക്കെ വന്ന് പൊളിയായിരിക്കും. ഞങ്ങളൊന്നും കറങ്ങിയിട്ടില്ല സമയം കൊണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവരിനി എങ്ങാനും പാട് വെച്ചാൽ അത് ഞങ്ങളുടെ നേരെ വീഴും. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ ഇത് ചേട്ടക്ക് ബാലനമൊക്കെ കയറണം എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തായാലും അങ്ങനെ കയറിയിട്ട് വട്ടെ അല്ലേ ചേട്ടാ? എവിടെ ഏട്ടാ നോക്ക്. അങ്ങോട്ട് അത് അടിപൊളി സാധനം ഉണ്ടാ. അപ്പോൾ അവിടെ കുരങ്ങനോടെ തൂങ്ങിക്കിടക്കേണ്ടി നമ്മൾ കയറിയേക്കണ ഒരു വഞ്ചിയിലാണ് കയറിയേക്കണ. വഞ്ചി ഇങ്ങനെ ആവും. അടിപൊളി ഫീലാണ്. ഞങ്ങൾ ബാക്കിൽ തന്നെ ഇരിക്കണത്. എന്താണെന്ന് അറിയില്ല, നോക്കട്ടെ. ഡൂടെ നോക്കിയടാ. ഡൂഡിനെ ഇറക്കി വിട്ട് കഴിച്ചു. ഇവിടെ ബാക്കിൽ രണ്ടുപേരെ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടനെ വിട്ടാൽ മതിയായിരുന്നു നോക്കാൻ. ലോക്കുണ്ടോ? ലോക്കുണ്ട്. ഡൂഡ് പോയി. ഡൂഡ് ഞങ്ങളെ വിട്ടുപോയി. ഡൂടെ പെൺപിള്ളേരുടെ അടുത്തോട്ട് പോയേട്ടാ. ഡൂടോടെ പാവത്തെ അവിടെ ഒറ്റക്ക് പോയി കേട്ടോ. ഡൂഡേ
സ്പേസ് ഗണിൽ നിൽക്കണ പോകെ. അയ്യോ എൻ്റെ തലയിലോട്ട് വന്നേ. ഭാഗ്യത്തിൽ കയറാഞ്ഞു. നമ്മുടെ ബീച്ച്. ആ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ഇത് ഞങ്ങളൊക്കെ പണ്ടിറങ്ങുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നമുക്ക് ഭയങ്കര ആഴം ഫീൽ ചെയ്യണ സ്ഥലമായിരുന്നു. ഇനി വലിയ ആഴമൊന്നും ഉണ്ടാവില്ല. എന്തൊക്കെ പറ്റിയിട്ടുണ്ട് അല്ലേ? ഞാൻ കാര്യം പറയട്ടെ, പിന്നെ അത് മറ്റേ പാണ്ടികളോടൊന്നും അടിക്കുമ്പോൾ നമ്മളിവിടെ ചാടും. 3,000 രൂപ ആധിപത്യം സ്ഥാപിക്കേണ്ടി വരും. ഇത് എത്ര മണിക്ക് ഓപ്പൺ ചെയ്യണം? അറിയില്ല ഗൈസ്, ഇത് എത്രയോ മണിക്ക് ഇത് ഓപ്പൺ ചെയ്യുള്ളൂ. 3 മണിക്ക് ഇത് ഓപ്പൺ ആവുള്ളൂ. കൂടുതലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മുടെ കയ്യിൽ വാച്ച് ഉണ്ട്. അപ്പോൾ എന്താണ് ഓർഡർ ചെയ്തിട്ട് നേരെ ഈ വാച്ച് നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരാം. എന്താ ഉള്ളത്? ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ പിന്നെ ഹാഫ് ഉണ്ടോ? ഹാഫായിട്ടുണ്ടോ? ഹാഫുണ്ടോ? ഒറ്റ പോർഷനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും 7 ചിക്കൻ ബിരിയാണി പറയട്ടോ. ചിക്കൻ ബിരിയാണി, കോഴി ചേട്ടാ 7 ചിക്കൻ ബിരിയാണി. ഒരു 7 ചിക്കൻ ബിരിയാണി അല്ലേ? 14 കിട്ടുമല്ലോ. വീടായ ജിബിൻ. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് സംഭവം. നമ്മൾ നമ്മുടെ വാച്ച് നേരെ ഇവിടെ ടാപ്പ് ചെയ്യും. ഇങ്ങനെ 7 ചിക്കൻ ബിരിയാണി. അപ്പോൾ നേരെ ഇവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്തവന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ കാശൊന്നും നമ്മൾ കൈ കൊണ്ട് അടക്കണ്ട. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായാലും നല്ലതാണ്. പണ്ടൊക്കെ കാശ് കൊടുക്കാവാ. കൊടുത്തണ ആ. അപ്പോൾ നമ്മൾ എന്താ ഏതാ ആ ജ്യൂസ് എത്ര ചേട്ടാ? വാട്ടർമെലൻ 40. ഒരെണ്ണം മതിയാ? 2 മതിയോ? 2. അപ്പോൾ നമ്മൾ വീണ്ടും ടാപ്പ് ചെയ്യുവാണ്. ആയോ? ഓക്കെ. മിനറൽ വാട്ടർ ഉണ്ടാവോ? ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഡ്രിങ്കിങ് വാട്ടറും കൂടി മിനറൽ വാട്ടർ വാങ്ങിച്ചാലോ? അതെ അതെ, ഒരു മിനറൽ വാട്ടറും കൂടി എഗെയിൻ ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ പണ്ട് ഞാനൊക്കെ റെഡിയായോ? ഓക്കെ. പണ്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് വരുമ്പോഴത്തേക്കും നേരെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ പൈസ കൊണ്ടുവരുമായിരുന്നു. വണ്ടർലേ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ചില്ലറ പൈസ കൊണ്ടുവന്നിട്ട് പോക്കറ്റിലിട്ടുണ്ട് കിടക്കും. അങ്ങനെയാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതേത് അവിടെ പോപ്കോണൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വാങ്ങിക്കണതൊക്കെ അതൊക്കെ ഒരു ഓർമ്മയായിട്ടാണ്. അതിസപ്പോഴത്തേ ഞങ്ങളിത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് സനുണ്ട് കൊച്ചുമുണ്ട്. പിന്നെ അവർ 4 പേര് നേരെ കയറാൻ പറ്റും. നമ്മൾ നേരെ അവർ വന്നൊരു കളക്ഷൻ വീഡിയോ എടുക്കും. അതിനുവേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യണേ. വണ്ടർ സ്പ്ലാഷിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യണത്. സ്പോട്ടിൽ നിന്ന് വന്നൊരു സാധനം എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. അടിപൊളി. അതെ അതെ അതെ. ബാ, ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ അടുത്ത് ഇനി ഞങ്ങൾ നേരെ കയറാൻ പോണേ വാട്ടർ സ്പ്ലാഷിൽ. എവിടെ കൊച്ചവിടെ? കൊച്ചു മുടിയൊക്കെ കെട്ടി സെറ്റായി. മുടിയൊക്കെ കെട്ടിയിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നനയുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അല്ല സനു? പിന്നെ അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ഇനി ഡൂഡ് വീഡിയോ എടുക്കും. നമ്മുടെ ചേട്ടയൊക്കെ അവിടെ പതിയെ നിരങ്ങി പോകുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ അവരുടെ ഫോട്ടോ എനിക്ക് അവിടെ പോയി ഒന്ന് കാണണം. ആ അതേ വന്യ മോനെ. എടാ ഇതെന്താണ് ഇപ്പൊ നമ്മ വിളിച്ചു പോയല്ല? കണ്ടായത് ഞങ്ങളെ കുളിപ്പിച്ച് കളഞ്ഞു പണ്ടാരങ്ങള്. അയ്യോ അല്ല എന്തായിരുന്നു നേരത്തെ പറഞ്ഞോന്ന് പറഞ്ഞേ. അതല്ല ഞങ്ങളെ വിളിച്ച് നിങ്ങൾ കയറിട്ട് ഇത്ര വണ്ടി പോയിട്ട് ഞങ്ങളെ വിളിച്ചില്ലായിരുന്നു. ഇവളാ വിളിപ്പിച്ചത്. ചേട്ട പോകാൻ പോണേ. ചേട്ടക്ക് ഒരു കമ്പനി കിട്ടി. ഞങ്ങൾ 7 പേരേ ഉള്ളു. അപ്പോൾ ചേട്ടക്ക് ഇപ്പോൾ ഒരു കമ്പനി കിട്ടി. എന്താവോ എന്തോ. ഇതെവിടെ കൊണ്ട് പിടിക്കും കുഞ്ഞ? പിടിക്കാൻ പറ്റുമോ? അടിപൊളി. ട്രിപ്പ് ചെയ്താലോ? ഓ ഗൈസ്,
മുകളില്. എന്താണ് അതിൻ്റെ ഉള്ളില്? അന്ന് മോനെ അയ്യോ, എന്താണിത്? ഇതെന്താണിത്? വെള്ളം തീർത്തല്ലോ ഇവിടെ. ആ നൈസ് സംഭവം കലക്കി. സാധനം കൊള്ളാല്ലേ? കൊച്ചിന് ഇനി ഞാൻ ചവിട്ടണോ? കൊച്ചിനെ ചവിട്ടാൻ കിട്ടണ അവസരമാണ്. മാറി അയ്യോ സനു എവിടെ? സനുമാൻ പയ്യെ പോണാ നിന്നെ കിട്ടൂല. നീ പയ്യൊക്കെ പിടിച്ചുവാ. പുള്ളകളിന്ന് എന്റെ പൊന്നോ. അയ്യോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമുണ്ട്. അത് എനിക്ക് വണ്ടർല വന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണത്. ഇതിൻ്റെ അകത്ത് കയറിയത് ഇങ്ങനെ അടക്കാം. എടാ ഒരു ചവിട്ടാടായി നോക്കി. ഇവിടെ മൊത്തം ബ്ലോക്കാണ്, ജംഗ്ഷൻ മൊത്തം ബ്ലോക്ക്. നിങ്ങളെവിടെ തന്നെ? അതെവിടെയാണ്? എടാ ആലുവയില്. ആ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അയ്യോ എന്താ സന്തോഷം എനിക്ക്. ഇവിടെ വന്നതിനാ വെള്ളത്തിൽ കളിക്കണേനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ചു തന്നെ. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഗോപ്രോ എടുത്തോണ്ട് വരാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചില്ല. ആ ഈ കയറി പിടിച്ച് നമ്മളിങ്ങനെ ഞാനിവിടെ കിടന്ന് അർമാദിക്കണോണ്ടാണ്. വേറെ ആരും അധികം തിരക്കില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെന്നാണെങ്കിൽ പിന്നെ ഉമ്മ സമ്മതിക്കില്ല. ഇത്ര നേരമൊക്കെ ഇവിടെ കിടന്നേക്കാം. മനപ്പൂർണ്ണം കിടക്കണമല്ല. ബ്രോസ് എങ്ങനെയുണ്ട്? പൊളിയാണോ? ലൈഫ് ഓഫ് ജിബി ഫുള്ള് ഇന്ന് എന്തെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കയറുമെന്ന് തോന്നുന്നു. എല്ലാവരും ചാനലൊക്കെ ചോദിക്കണ്ട്. എടാ നിങ്ങളൊക്കെ എവിടെയാടാ? മണ്ടമൻ താനൊക്കെ എൻ്റെ റേസ് നടത്തണ. ഇവരൊക്കെ ഈ കിട്ടുന്ന അവസരം എൻജോയ് ചെയ്യാനുള്ള ഇവരൊക്കെ റേസ് നടത്തണേ. സോറി മക്കളെ. അയ്യോ ഞാൻ കുളിച്ചു. അയ്യോ പരിപാടി ഇതാണ് പെട്ടുപോണ ഗൈസ്. എന്നാ ഇത് അടിപൊളിയാണോ ഹാൻഡിൽ ചെയ്യാൻ? ഞാനെ പിക്ചറോട് ഇങ്ങനെ വന്നത്. ഇത് നോക്ക് ഗൈസ്, ഞാൻ എൻ്റെ ടാക്ടിക്കൽ മൂവ്. എൻ്റെ മോനെ നീ കൊള്ളലടാ എന്നാ. ലൈഫ് ഓഫ് ജിബി ചെയ്യണം. നിന്റെ സ്കൂളിൽ എല്ലാവരും കൊണ്ട് ഏൽപ്പിച്ചോ. നിനക്ക് വീടുന്ന ഒരു ബിരിയാണി മേടിച്ച് തരുവാ. ചേട്ടാ ഞാൻ ചേട്ടൻ കയറി പോക്കും. അതായിരിക്കും ചേട്ടനെ കാലുകൂടി സ്റ്റക്കായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ എന്തിക്കും നമുക്ക് പോവാടാ, നീ പേടിക്കണ്ട. പോട്ടെ വണ്ടി നിന്റെ സ്പീഡിലാട്ടോ. യൂട്യൂബിലൊക്കെ തന്നെയാണ് നിനക്ക് സ്പീഡിലെന്ന് പറഞ്ഞ് നാട്ടുകാർ ട്രോളുവേ. ഇടക്കള്ള എടാ എന്നെ അവിടെ കൊണ്ടുപോടാ പ്ലീസറാ. ഞാനും വേണ്ടി ആയിസപ്പതേ ഞങ്ങളുടെ വണ്ടർല ട്രിപ്പ് ഇതേ കഴിഞ്ഞ് എല്ലാവരും മൊബൈലൊക്കെ നോക്കണേന്ന്. കാരണം ഇത്ര നേരം വിത്തൗട്ട് മൊബൈൽ ഫോൺ ഞങ്ങൾ മൊബൈൽ ഉപയോഗിക്കാതെ ഒരു ദിവസമല്ലോ. ശരിക്കും മൊബൈൽ ഉപയോഗിക്കാത്ത ഒരു ദിവസം ശരിക്കും ഭയങ്കര റിലാക്സ്ഡായി, അടിപൊളിയായിരുന്നു. വെള്ളമൊക്കെ കൊണ്ടേ ആകെ അവസ്ഥയായി അല്ലേ? എന്നാ വെച്ചേ
എന്റെ ഫാൻസ് ആരെങ്കിലും സനുവിന്റെ നമ്പർ ചേച്ചി ബൈ പറ. ബൈ. ആ ഹായ്. ഹാപ്പിയാണോ വണ്ടർല വന്നിട്ട്? ഓക്കെ. ഞങ്ങളുടെ വണ്ടർല എന്ന് പറഞ്ഞ സാധനം അല്ലേ? എന്താ സാധനം? അതെ 2 മാസമായിട്ട് 3-4 മാസമായിട്ട് വണ്ടർല എന്ന് പറയുന്നത് ലഭിച്ചേട്ടാണ്. പിന്നെ ആക്സിഡന്റിൽ ഞങ്ങൾ ദീപാമ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന പറ. ഹലോ. ഓക്കെ കണ്ടാ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ വീഡിയോ